മനുഷ്യ സമൂഹത്തെ മൊത്തമായി വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നു എന്നത് ഖുർആനിനെ ഇതര വേദങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കി ഇതര ദർശനങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന അടിസ്ഥാനപരമായ ഘടകങ്ങളിലൊന്നാണ് മനുഷ്യരെ എന്ന ഖുർആനിന്റെ വിളി. ഇത് മുസ്ലിങ്ങൾ ആദ്യമായി മനസ്സിലാക്കണം. ഒന്നാമത്തെ പ്രമാണത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്. രണ്ടാമത്തെ പ്രമാണമാകട്ടെ 23 കൊല്ലക്കാലത്തെ സംഭവബഹുലമായ ജീവിതത്തിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ഇത് രണ്ടും ചേർന്നതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥമായ പ്രമാണം. ഇത് രണ്ടിലേക്കുമാണ് പ്രവാചക തിരുമേനി ലോകത്തെ ക്ഷണിച്ചിട്ടുള്ളത്. ഏറെ ചിന്തോദ്ദീപകമായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കാം. ലോകത്തെ ഏറ്റവും ജീർണിച്ചു പോയ ഒരു ജനതയായിരുന്നു അറബ് ജനത എന്ന് ലോകത്തെല്ലാവരും വിലയിരുത്തുന്നു. ഡാർക്ക് ഏജ് എന്നാണ് ആ കാലഘട്ടത്തെ ചരിത്രകാരന്മാർ വിളിച്ചിരുന്നത്. ഇരുണ്ട യുഗം. ആ ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന സമൂഹത്തെ ഏറ്റവും ഉന്നതരായ ഒരു സമൂഹമാക്കി പ്രവാചകൻ മാറ്റി എന്നതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അഭിപ്രായ ഭിന്നതയില്ല. മഹാത്മാഗാന്ധിക്ക് അഭിപ്രായ ഭിന്നതയില്ല. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയിട്ടുള്ള ആളുകൾക്ക് എതിരഭിപ്രായമില്ല. അതുപോലെ തന്നെ 100 by മൈക്കിൾ ചാർട്ടിന്റെ പുസ്തകത്തിന് എതിരഭിപ്രായമില്ല. ലോകത്തെ ചരിത്രകാരന്മാർക്ക് ആർക്കും ലാമർട്ടിനെ പോലെയുള്ള അതുപോലെ തന്നെ പല സംഭവ ചരിത്രങ്ങളും എഴുതിയിട്ടുള്ള ഗോൾഡൻ ചൈൽഡിനെ പോലെയുള്ള വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥം എഴുതിയ ഗോൾഡൻ ചൈൽഡിന് പോലും എതിരഭിപ്രായമില്ല. എങ്കിൽ സ്വാതന്ത്ര്യ ഭാരതത്തിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപന്മാരായി ഈ രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച് ഇന്ത്യ സ്വതന്ത്രമായപ്പോ മഹാത്മാഗാന്ധി പറഞ്ഞത് സ്വാതന്ത്ര്യ ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ്. എന്തുകൊണ്ട് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ ഭാരതത്തിൽ ഉമറിനെ പോലെയുള്ള ഭരിച്ചവർ ഭരിക്കണം എന്ന് ആശംസിച്ചെന്തുകൊണ്ടാണ്, ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? ഉമറിനെ ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, ഇസ്ലാമിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരാളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് നീതിയുടെ മകുടോദാഹരണമായി 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ലോകത്ത് ഏറ്റവും നീതിപൂർണമായ ഭരണം നടന്നിരുന്നത് എന്നത് ചരിത്രകാരന്മാർക്കെല്ലാം ഏകാഭിപ്രായമുള്ള കാലഘട്ടമാണ്. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഉമറിനെ സൃഷ്ടിച്ചത് ഖുർആനാണെങ്കിൽ, ആ ഖുർആനാണ് ഇസ്ലാമിക സമൂഹത്തെ വാർത്തെടുത്തതെങ്കിൽ, ലോകത്തിലെ ഏറ്റവും സമുന്നതമായ ഭരണം കാഴ്ചവെച്ച ഭരണാധികാരി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ അവരെ സൃഷ്ടിച്ചെടുത്ത ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? ഒരു കാര്യം കൂടെ പ്രത്യേകം മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. 40 കൊല്ലം തൗഹീദ് ഉണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക്. പ്രവാചകനാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് തൗഹീദ് ഉണ്ടായിരുന്നു. അദ്ദേഹം മദ്യപാനിയായിരുന്നില്ല, വ്യഭിചാരിയായിരുന്നില്ല, മയക്കുമരുന്നിന് അടിമയായിരുന്നില്ല, താന്തോന്നിത്തത്തിന് അടിമയായിരുന്നില്ല. പൂരമേള ഉത്സവങ്ങളിൽ പങ്കെടുത്ത് ആർത്തട്ടഹസിച്ച് യൗവനം പായാക്കി കളഞ്ഞ ഒരു യുവാവായിരുന്നില്ല പ്രവാചകൻ. 40 കൊല്ലം ഒരു തിന്മയും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പ്രവാചകന് ഖുർആൻ ലഭിക്കുന്നതിന് മുമ്പ് ആ സമൂഹത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ശ്രദ്ധേയമായ ഒരു പോയിന്റാണ്. 40 കൊല്ലം ഈ തിന്മകൾ പ്രവാചകൻ ഖുർആൻ അവതരിച്ചതിന് ശേഷവും അതിനു മുമ്പും എടുത്തു പറയത്തക്ക ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആളാണ്. എന്നിട്ടും ഖുർആൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ നബിക്ക് എന്തുകൊണ്ട് ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. വളരെ ആയമേറിയ ചിന്തക്ക് വിധേയമാകേണ്ട ഒരു പോയിന്റാണ്. 40 കൊല്ലം റസൂല് അല്ലമീൻ എന്നായിരുന്നു ആ പ്രവാചകനെ വിളിച്ചിരുന്നത്. ആ പ്രവാചക തിരുമേനിയെ അവർ വിളിച്ചിരുന്നത് അല്ലമീൻ എന്നായിരുന്നു. ശത്രുക്കളായ ആളുകൾ. അന്ന് പ്രവാചകൻ ഇസ്ലാമിക ദഅവത്ത് നിർവഹിച്ചിട്ടില്ല, ഖുർആൻ അവതരിച്ചിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല? അത്ഭുതകരമായ കാര്യമാണ്. പ്രവാചകനല്ലാത്ത 10 പേര് ഏകദൈവ വിശ്വാസികളായി പ്രവാചകൻ ഇസ്ലാമിക ദഅവത്ത് നടത്തുന്നതിന് മുമ്പ് മക്കത്തുണ്ടായിരുന്നു. എന്നിട്ടും ആ ആളുകൾക്ക് പരിവർത്തനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന് വളരെ മൗലികമായ ചില പ്രത്യേകതകളുണ്ട്. വളരെ മൗലികമായ പ്രത്യേകതകൾ. ആ പ്രത്യേകതകൾ തിരിച്ചറിയാൻ ലോകത്തിന് സാധിച്ചാൽ ഖുർആൻ മനുഷ്യ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത്ഭുതകരമാണ് മാനവരാശിയിൽ ഖുർആൻ ചെലുത്തിയ സ്വാധീനം.
ആ ഖുർആൻ ഇന്നും സമൂഹത്തിൽ വമ്പിച്ച സ്വാധീനം ചെലുത്തുന്നു എന്നതിന് ധാരാളമായ തെളിവുകൾ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഖുർആൻ മാനവരാശിയുടെ മുമ്പിൽ ഇത്രയേറെ വലിയ ചരിത്രപരമായി ഇത്രയേറെ വലിയ സ്ഥാനം നേടിയത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഖുർആൻ ദൈവീകമാണ് എന്നതാണ് അതിന്റെ മറുപടി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വയിലേക്കാണ് ഈ ഗ്രന്ഥം മാനവരാശിയെ നയിക്കുന്നത്. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഏറ്റവും ചൊവ്വായതിലേക്ക് മാനവരാശിയെ നയിക്കാൻ, ചൊവ്വായതിലേക്ക് മാത്രമല്ല, നേരായതിലേക്ക് മാത്രമല്ല, ഏറ്റവും നേരായതിലേക്ക് ഖുർആൻ ലോകത്തെ നയിക്കുന്നു എന്ന് ഖുർആൻ അവകാശപ്പെടുമ്പോൾ അതാണോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത, ഖുർആനിന്റെ ആ വെല്ലുവിളി പരിശോധിക്കപ്പെടേണ്ട ബാധ്യത ലോകത്തുള്ള എല്ലാ ആളുകൾക്കുമുണ്ട്. ഖുർആനിന്റെ 15-ാം അധ്യായം 9-ാമത്തെ വചനമാണ്, ലോകത്തെ മുഴുവനും ഏറ്റവും ചൊവ്വായതിലേക്ക്, ഉന്നതമായ ഒരു ജീവിതത്തിലേക്ക് ഈ ഗ്രന്ഥം മാനവരാശിയെ നയിക്കുന്നു എന്നുള്ള കാര്യം. അതോടൊപ്പം പ്രവാചകനെ എല്ലാവരിൽ നിന്നും വേറിട്ട് പഠിക്കേണ്ട ഒന്നാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ബാത്റൂമിലേക്ക് കയറുമ്പോൾ കാർൽ മാർക്സ് കാലെടുത്ത് വെച്ച പോലെ കാലെടുത്ത് വെക്കുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോ വലത് കാല് വെക്കേണ്ട അവസ്ഥവനില്ല. ഒരു ഗാന്ധിയനെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി എഴുന്നേറ്റ പോലെ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരവസ്ഥ ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. യേശുക്രിസ്തു രാജ്യം ഭരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. ബൈബിളിൽ കൈവച്ച് സത്യം ചെയ്തവനാണ് അമേരിക്കയുടെ മുൻപുണ്ടായ ജോർജ് W. ബുഷ്. പക്ഷേ അമേരിക്ക ഭരിച്ചത് ബൈബിൾ പ്രകാരമോ യേശുക്രിസ്തു ഒരു രാജ്യം ഭരിച്ചു കാണിച്ചതുപോലെയോ അല്ല. എന്നാൽ സൗദി അറേബ്യയിലെ അധിക കാര്യങ്ങളും നടക്കുന്നത് മുഹമ്മദ് നബി ഒരു ലോകത്ത് ഭരണം നടത്തി അതിന്റെ ജുഡീഷ്യറിയും അതുപോലെ അതിന്റെ മേഖലകളും എങ്ങനെ ക്രിമിനലും സിവിലും എങ്ങനെ പ്രവാചക തിരുമേനി നടത്തിയോ അങ്ങനെയാണ് എന്നത്. പ്രവാചകൻ ഒരേ സമയത്ത് ഭർത്താവായി ജീവിച്ചു, അല്ലേ? യേശുക്രിസ്തുവിന്റെ ഭാര്യ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ക്രൈസ്തവർക്ക് നോക്കൂ, യേശുക്രിസ്തു ഭാര്യയോട് എങ്ങനെ പെരുമാറി? ക്രൈസ്തവ ലോകത്തിന് മാതൃകയില്ല. ക്രൈസ്തവ ലോകത്തിന് മാതൃകയില്ല. യേശുക്രിസ്തു എങ്ങനെ രാജ്യം ഭരിച്ചു? ലോകത്തിന് മാതൃകയില്ല. മദർ തെരേസയെ ലോകത്തെ ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തകയായി കാണുമ്പോൾ അവരൊരു നല്ല ഭാര്യയായിരുന്നുവോ, അവരൊരു നല്ല അമ്മായിയായിരുന്നുവോ, ഒരു നല്ല മരുമകളായിരുന്നുവോ, ഒരു നല്ല മാതാവായിരുന്നുവോ? അതാകാനൊന്നും അവർക്ക് സാധിച്ചില്ല. ഇസ്ലാം പറയുന്നത് ഒരേ സമയത്ത് ഭർത്താവാകാൻ, ഒരേ സമയത്ത് ഭരണാധികാരിയാവാൻ, ഒരേ സമയത്ത് രാജതന്ത്രജ്ഞനാവാൻ, ഒരേ സമയത്ത് ഉജ്ജ്വലനായ പ്രഭാഷകനാകാൻ, പിതാവാകാൻ, പിതാമഹനാകാൻ, നല്ലൊരു മരുമകനാകാൻ, നല്ലൊരു അമ്മോശനാകാൻ. പ്രവാചകൻ അതെല്ലാമായിരുന്നു. ജീവിതത്തിന്റെ A to Z, ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മാനവരാശിക്ക് മാതൃക കാണിച്ച ഒരേ ഒരു മനുഷ്യൻ, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തിൽ ജീവിച്ച പ്രവാചക ചക്രവർത്തി. നിങ്ങൾ മനസ്സിലാക്കണം, മുഹമ്മദ് നബി അല്ലാതെ ലോകത്തൊരാൾക്കും അങ്ങനെ മാതൃകയില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി കാണിക്കാത്ത മാതൃക ഒരു രംഗത്തുമില്ല. കിടപ്പറയിൽ ഭാര്യയെ എങ്ങനെ ചുംബിക്കണം എന്നത് മുതൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്ന നീതിയുടെ മേഖല വരെ കൃത്യമായി പഠിപ്പിച്ച ഒരേ ഒരു ദൈവിക ദർശനം ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. പല്ല് തേക്കുന്നതിനെ കുറിച്ച് എന്തു പറയാനുണ്ട്? ശ്രീരാമനും ശ്രീകൃഷ്ണനും ലോകത്തിലെ മത പണ്ഡിതന്മാരും മതാചാര്യന്മാരും മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ ഇടപെട്ടിട്ടുണ്ട്. കൈയുടെ നഖം മുറിക്കുന്നത് മുതൽ, തലയുടെ മുടി വെട്ടുന്നത് മുതൽ, മീശ വെട്ടിയൊതുക്കുന്നത് മുതൽ, താടി വെക്കുന്നത് മുതൽ, സ്ത്രീ പർദ്ദ ധരിക്കുന്നത് വരെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും വെളിച്ചം വീശി എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെയും ഒരു കൃത്യമായ മാതൃക. ഒരു മുസ്ലിം റോട്ടിലൂടെ എങ്ങനെ നടന്നു പോകണം, ഒരു മുസ്ലിം വാഹനത്തിൽ എങ്ങനെ കയറണം, ഒരു മുസ്ലിം വീട് വിട്ടിറങ്ങുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, ഒരു മുസ്ലിം ഡ്രസ് ധരിക്കുമ്പോൾ ഏത് കൈകളിലൂടെ ധരിക്കണം, ഒരു മുസ്ലിം ഷൂ ധരിക്കുമ്പോൾ പരിശോധിച്ചിട്ടല്ലാതെ ധരിക്കരുത്. ഇങ്ങനെ ഏത് മതമുണ്ട് ലോകത്ത്? നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായ അമുസ്ലിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ബാത്റൂമിൽ കയറുന്നത് ശ്രീരാമൻ പഠിപ്പിച്ചതുപോലെയാണോ, ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചതുപോലെയാണോ? ലോകത്ത് ഏത് ആചാര്യന്മാരുമായി ബന്ധപ്പെട്ട് ഭൗതിക പ്രത്യയശാസ്ത്രത്തിൻ്റെതാവാം, മതദർശനങ്ങളുടേതാവാം, ഏതുമാവാം, പ്രവാചക തിരുമേനി ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 21-ാമത്തെ വചനമാണ്.
മുഹമ്മദ് നബിയിൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും മാതൃകയുണ്ട് എന്നതാണ് പ്രശ്നം. നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലൗലാ അന്ന ശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും, എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ 5